ഹലോ ഫ്രണ്ട്സ്, ടെയിൽസ് ഓഫ് ഫീനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ വാട്ടർഫോൾ സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികം ആരും എത്തിപ്പെടാത്ത ഒരു വെള്ളച്ചാട്ടത്തിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. മീൻമുട്ടിപ്പാറ എന്നാണ് അതിൻ്റെ പേര്. ദേ ഫുള്ള് ബാക്കിൽ ഫുള്ള് കണ്ടോ, ഫുള്ള് റബ്ബർ പ്ലാന്റേഷനാണ്. കൊടുമൺ പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു റബ്ബർ പ്ലാന്റേഷനുള്ളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇല്ല, നമ്മൾ ചോദിച്ചാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഇടുക്കിയിലൊക്കെ പോകുമ്പം തേയിലത്തോട്ടത്തിൻ്റെ വൈബൊക്കെ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ തേയില പറിച്ചുകൊണ്ട് വരുന്നതും അത് പ്രോസസ്സ് ചെയ്യുന്നതും എടുക്കുന്നതൊക്കെ. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു റബ്ബർ പ്ലാന്റേഷൻ്റെ പ്രോസസ്സ് കാണുന്നത്. റബ്ബർ പാൽ എടുത്തുകൊണ്ട് വരുന്നു, അത് പ്രോസസ്സ് ചെയ്യുന്നു, അതിൻ്റെ യൂണിറ്റും കാര്യങ്ങളും കളക്ഷൻ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം കാണുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഒരു സ്ഥലമാണിത്. അപ്പം വരുന്നവർക്ക് അതും ഒരു കാഴ്ചയായിരിക്കും, മീൻമുട്ടിപ്പാറയും കാഴ്ചയായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് മീൻമുട്ടിപ്പാറയിലോട്ട് പോവാം. ഗൂഗിൾ മാപ്പില്ല, വേറെ ലൊക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ചോദിച്ച് അവിടെ കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണാം. ഈ ഒരു കണ്ണത്താ ദൂരത്തോളം ആരുമില്ല, ഫുള്ള് റബ്ബർ പ്ലാന്റേഷനാണ്. ഇടയ്ക്ക് ഓരോ കെട്ടിടങ്ങൾ കാണാം, പ്ലാന്റേഷൻ്റെ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട കെട്ടിടങ്ങളാണ്. അവിടെ ചോദിച്ച ഊഹമൊക്കെ വെച്ച് അങ്ങ് പോവാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. നമ്മുടെ മീൻപിടിപ്പാറയിലേക്ക് പോകുന്ന സമയത്ത് കണ്ടതാണ് കേട്ടോ ഒരു ആൺമയിൽ. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ പീലി വിടർത്തി ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെ കണ്ടത് അവൻ കാട്ടിലേക്ക് ഓടി വിളിക്കുകയാണ്. ഇതാ കണ്ട, തല മാത്രമേ കാണാനുള്ളൂ. അടടടാ, എന്നടാ ഇത്, എന്നടാ അഴക്. ഓ എൻ്റെ മോനെടാ താക്കാടാ, പൊക്കിക്കൊണ്ട് പോടാ. ഇവിടെ മയിലുകളുടെ സ്വൈര്യ വിഹാര കേന്ദ്രമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതേ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഒരാൾ പീലി വിടർത്തി നിൽക്കുന്നു. ഇതേ അടുത്ത ആൾ കോഴിയണ കണക്കിനാണ് ഇവിടെ മയിൽ നിൽക്കുന്നത്. ഫുൾ റബ്ബർ പ്ലാന്റേഷനാണ്, ഇടയ്ക്ക് ഫുള്ള് മയിലാണ്. ഇതേ ഒരാളെ തീറ്റി തേടി ഇങ്ങനെ നടക്കുന്നത്. ഇത് കണ്ടോ, ഫുള്ള് വിജനമായ സ്ഥലമാണ് കേട്ടോ. ഒരു മനുഷ്യൻ പോലും ഇല്ല ഇവിടെ, വഴി ചോദിക്കാൻ പോലും ഒരാളില്ല. ഞങ്ങൾ പിന്നെ ഒരു ഏകദേശ ഊഹം വെച്ച് ഞങ്ങൾ താഴോട്ട് പോകണം. താഴോട്ട് പോട്ടെ. ഗൂഗിൾ മാപ്പിലില്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞങ്ങൾ ഏതൊക്കെയോ റബ്ബർ പ്ലാന്റേഷൻ തൊഴിലാളികളുടെ വീട്ടിലേക്ക് ചെന്ന് കയറി. അമ്മച്ചി വഴി എന്താ ശ്രീഹള്ളി പോള വളിയൊക്കെ അതേ അവസ്ഥയായിരുന്നു. അവർ പറയുന്നത് മോനെ അത് ഇവിടെങ്ങും അല്ല, അതുകൊണ്ട് വേറെ ഏതോ കാട്ടിക്കൂടെ ഒക്കെ പോകണമെന്ന്. അങ്ങനെ പറഞ്ഞ ഒരു അറിവ് വെച്ച് ഞങ്ങളൊരു കാട്ടിക്കൂടി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് വഴി പറഞ്ഞു തരുമെന്നാ, വായിലെ നാക്ക് വെച്ച് ചോദിച്ചു വരിക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. വെള്ളച്ചാട്ടത്തിലെങ്ങും വെള്ളമില്ലെന്ന് പറയുന്നത് കേട്ടോ. എന്നാലും വെള്ളം ഉള്ളപ്പോൾ നിങ്ങൾ വന്നു. നമ്മൾ അൺഎക്സ്പ്ലോർഡ് പ്ലേസസ് പരിചയപ്പെടുത്തുകയാണ്. ആരും ഇതിനെപ്പറ്റി വ്ളോഗൊന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. വഴി പറഞ്ഞു തരാൻ ഒരു മാർഗ്ഗമില്ല കേട്ടോ. ഗൂഗിൾ മാപ്പിലുള്ള ലൊക്കേഷനൊന്നും നോക്കി നിങ്ങൾ വരികയേ ചെയ്യരുത്. നിങ്ങൾ വേറെ ഏതെങ്കിലും കാട്ടിലൊക്കെ പോകും. ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ വഴി വരാം, പക്ഷേ ഒരു 2 കിലോമീറ്റർ റബ്ബർ പ്ലാന്റേഷനുള്ളിൽ കൂടി നടക്കാൻ റെഡിയാണ്. അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. വെള്ളച്ചാട്ടത്തിലെങ്ങാണ്ട് ഇച്ചിരിയും വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മുടെ വഴി ശരിയാണെന്ന് തോന്നുന്നു. ഇതുവഴിയൊക്കെയാണ് പോകുന്നത്. ഇറങ്ങി ഇതൊക്കെ എന്ന വഴി ഇത്? കാറ്റടിച്ച സൗണ്ട് എങ്ങാണ്ടാന്ന് തോന്നുന്നു കേൾക്കുന്നത്. അല്ല പാമ്പും ഉണ്ടോ എന്തോ. മയിലുള്ള സ്ഥിതിക്ക് എന്തായാലും പാമ്പും കാണുമല്ലോ. ഇതൊക്കെ കണ്ട, വഴിയൊക്കെ കണ്ട, നിഗൂഢമായ വഴിത്താരകളാണ്. ഒരു നടപ്പാതെങ്കിലും ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ച് ഞങ്ങൾ വഴി വെട്ടി പോകേണ്ടി വരുമെന്ന്. വെള്ളമുണ്ടോ? നല്ല അടിപൊളി വഴിയാണ് കേട്ടോ. ഇതിലും വഴി. ഇതേ ഒരു സൈഡിൽ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. ഇത് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നു. അങ്ങോട്ടാണ് വെള്ളം ഒഴുകുന്നത്. നമ്മൾ ആവശ്യത്തോട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലായിരിക്കും നമ്മൾ ചെല്ലുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ. ചെറുതായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട് താഴെ കൂടെ ഒക്കെ. എന്താകുമെന്ന് അറിയത്തില്ല. മിക്കവാറും വെള്ളത്തിൽ പോകുന്ന തോന്നും. വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സിഗ്നലും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല. കുറേ നേരമായിട്ട് നടക്കുന്നു. ഇതെന്താണിത്? ഈ സെറ്റപ്പ് കൊള്ളാമല്ലോ. ചിരട്ടയ്ക്ക് പകരം കുപ്പിയോ? വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ജേണിയാണ് ഞങ്ങളുടെ മീൻപിടിപ്പാറയിലേക്കുള്ള. ഇതൊക്കെ ഇനി തിരിച്ചു കയറണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. കൊള്ളാം കേട്ടോ, നല്ല സ്ഥലമാണ്, നല്ലൊരു വൈബുണ്ട്. പക്ഷേ വെള്ളം കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെ കാണിക്കാനും മാത്രം വെള്ളം കാണും. തെറ്റിക്കിടക്കുകയാണ് ഇവിടെ ഫുള്ള്. തെറ്റി വീഴാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതാ നമുക്ക് നല്ല കിടിലൻ ഒരു വഴിയാണ്. ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ലെന്നാണ് തോന്നുന്നത്. എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇത് കല്ലിനകത്തിൽ കൂടെ പോകണം. ഇനി അവിടെ ഒരു വെള്ളച്ചാട്ടം ഞാൻ കാണുന്നുണ്ട്. ഇനി ഇവിടുന്ന് ഞങ്ങൾ ടാർസനാവണമെന്ന് തോന്നുന്നു. വള്ളിയിലൊക്കെ തൂങ്ങി. എന്താണിത്? താഴെ കൊക്കയാണ്. ഇതുവഴി പോകണം.
ഇതുവഴി ഇറങ്ങിയേണ്ട പാറയുടെ മുകളിൽ കൂടെ കയറി അവിടെ ചെല്ലുമ്പോൾ മീൻപിടിപ്പാറയായി. ഓ അഡ്വഞ്ചറസ് വഴികൾ. ഇവിടെയൊക്കെ തെന്നിയാൽ നല്ല സുഖമായിരിക്കും. ഇതാ മോണയടിച്ച് ഇവിടെ കിടക്കും. നമ്മുടെ ഹിഡൻ സ്പോട്ടിൻ്റെ റിവീലിംഗ് ആണത്. നമുക്ക് കണ്ട നല്ലൊരു കിഡിലൻ ആംബിയൻസിൽ ഇത് നമ്മുടെ വെള്ളച്ചാട്ടം. മീൻപിടിപ്പാറ പത്തനംതിട്ട ജില്ലയിൽ ഇങ്ങനെയും വെള്ളച്ചാട്ടങ്ങളുണ്ടെന്നുള്ളത് കുറച്ച് പേർക്കൊക്കെ അറിയാം. നമ്മൾ ഈ ഏരിയയിലുള്ളവർക്ക് അറിയാം. അല്ലാതെ യൂട്യൂബ് വ്ളോഗോ സോഷ്യൽ മീഡിയ പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇതിനെപ്പറ്റിയില്ല. ഇപ്പോൾ ഒരു ശല്യമില്ല. നമുക്ക് ഇവിടെ എങ്ങും ആഴമില്ല. നമുക്കിത് ഇവിടേക്ക് ഇരുന്ന് ഈ കല്ലിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഒരു വീട്ടിൽ ഷവറിൽ കുളിക്കുന്നതിനെക്കാട്ടിലും കിടിലനായിട്ട് കുളിച്ച് എൻജോയ് ചെയ്ത് ആരുടെ ശല്യമില്ലാതെ നമുക്ക് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇത് നോക്കണ്ട, ചുറ്റും ഫുള്ള് ചെറിയൊരു കാട്, റബ്ബർ പ്ലാന്റേഷനാണ്. ഫോറസ്റ്റ് എന്ന് പറയാനുള്ള ഇതൊന്നുമില്ല. എന്നാലും നമ്മൾ വന്ന വഴികളൊക്കെ ഞാൻ കാണിച്ചല്ലേ ഞങ്ങൾ. അവർ നല്ല ആംബിയൻസിൽ അടിപൊളിയായിട്ട് ട്രക്കിംഗ് ഒക്കെ ചെയ്ത് വന്ന് കിടിലൻ. നല്ല തണുപ്പുണ്ട് ഇവിടെ കേട്ടോ. മൺസൂൺ തുടങ്ങിയതേ ഉള്ളൂ, പക്ഷേ വെള്ളം കുറവാണെന്ന് പറഞ്ഞാലും എന്തായാലും ഞാൻ വിചാരിച്ചു ഇത് വെറും പാറ മാത്രമായിട്ട് കിടന്നാലുള്ള അവസ്ഥയൊന്നും ആലോചിച്ചു. നമ്മൾ ഇത്ര ഇറങ്ങി വന്നു കഴിയുമ്പോൾ എന്തായാലും എനിക്ക് അത്രയും ഒരു നിരാശ വന്നില്ല. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കൊള്ളാം, അടിപൊളിയൊരു വെള്ളച്ചാട്ടമാണ്. കണ്ടാ, ഇത്രയും ഹിഡൻ സ്പോട്ടാണെങ്കിലും ഇവിടെ മദ്യക്കുപ്പികളും വാട്ടർ ബോട്ടിൽസിനും ഒരു കുറവുമില്ല കേട്ടോ. അത് എനിക്ക് തോന്നുന്നു നാട്ടിലുള്ളവരൊക്കെ വൈബ് അടിക്കാൻ വന്നിരുന്ന് വെള്ളം അടിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. പക്ഷെ അവർ കുപ്പിയും കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. താഴോട്ടൊക്കെ കാടും ചെറിയ ഒരു ആംബിയൻസ് ആണ്. ഒന്നുമില്ല, ആരുമില്ല ഇവിടെ. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും പോലും ആരുമില്ല. അത് നല്ല അടിപൊളിയൊരു വെള്ളച്ചാട്ടമാണ്. പത്തനംതിട്ട ജില്ലയിൽ ഞാൻ ഇങ്ങനൊരു സ്ഥലം ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും പൊളി വൈബാണ്, നൈസ് വൈബാണ്. മീൻപിടിപ്പാറ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇടുക. ലൊക്കേഷൻ ഇട്ട് നിങ്ങൾ എവിടെ എത്തുന്നോ അവിടെ നിന്നും ആൾക്കാരോട് ചോദിച്ച് നിങ്ങൾ ഇവിടേക്ക് എത്തുക. നിങ്ങൾ ഇവിടേക്ക് വരാൻ താല്പര്യമുള്ളവരാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതാണ് ഒരു മാർഗം. അല്ലാതെ ഒരു രക്ഷയില്ല. പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റേഞ്ച് ഉണ്ട്, 5G കിട്ടുന്നുണ്ട് നമുക്ക് ജിയോയ്ക്ക്. അത് നല്ലൊരു ബെനിഫിറ്റാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അപ്പം ഇതേ ഉള്ളൂ മാർഗം, വേറെ ഒരു മാർഗ്ഗവും ഇല്ല. അപ്പം നിങ്ങൾ അങ്ങനെ വന്ന് കാണുക, എൻജോയ് ചെയ്യുക. അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് അടുത്തൊരു വാട്ടർഫോൾസ് കാണാം. ഇത് കൂടലാണ് കേട്ടോ, നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കൂടലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ പറഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ അടുത്ത വെള്ളച്ചാട്ടത്തിലോട്ട് പോകേണ്ടതുണ്ട്. അപ്പം വീഡിയോ ഇവിടെ വെച്ച് ഞാൻ സൈനിങ് ഓഫ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.